ഹായ്, നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു ജേണൽ എന്ന ടോപ്പിക്കാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് +1 കുട്ടികൾക്ക്. അതിൽ ആദ്യം അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ്, ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ്, ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ്. ഇനി ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ്, ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ്, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ്, എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ്, ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ്, ഇൻകം കുറയുമ്പോൾ ഡെബിറ്റ്. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത്. ഓക്കെ, അല്ല ആദ്യം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ഇതെങ്ങനെയാണ് നമ്മൾ നോക്കാം? ആദ്യം ക്യാഷ് ഒരു ബിസിനസ്സിൻ്റെ ഭാഗത്ത്, ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കാം. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്യാഷ് എന്ന് പറയണത് ബിസിനസ്സിലേക്ക് വരുന്ന ഒന്നാണ്. ക്യാഷ് ആണല്ലോ, ബിസിനസ്സിൻ്റെ അകത്തേക്ക് വരുന്നതാണ് ക്യാഷും ക്യാപിറ്റലും. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബിസിനസ് എന്ന് പറയും. അതായത് നമ്മുടെ ഓണർമാർ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന എമൗണ്ടിനെയാണ് എന്തെന്ന് പറയാം? ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ നോക്കിക്കേ, ക്യാഷും ഉണ്ട് ക്യാപിറ്റലും ബിസിനസ്സിലേക്ക് വരണം. അങ്ങനെ ആവുമ്പോൾ ക്യാഷ് എപ്പോഴും അസറ്റാണ്. ക്യാഷ് എന്ന അസറ്റ് എന്താണോ കൂടുന്നു എന്ന് പറയാം നമുക്ക്. ക്യാഷ് എപ്പോഴും ക്യാഷ് ഈസ് ആൻ അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ പ്രോപ്പർട്ടീസാണ് അസറ്റ് എന്ന് പറയണത്. അപ്പോൾ ക്യാഷ് ഈസ് ആൻ അസറ്റ് നമ്മുടെ ബിസിനസ്സിൽ കൂടുമ്പോൾ ഡെബിറ്റ്. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മിസ് ഓൾറെഡി പറഞ്ഞു എന്താണ്? ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബിസിനസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ കൂടി എന്നർത്ഥം. ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ എന്താണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് എന്നാണ് എഴുതേണ്ടത്. ഇതാണ് ഒരു ട്രാൻസാക്ഷൻ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ്. ഗുഡ്സ് എന്ന സെൻറ്റൻസ് ആണ് വരണമെങ്കിൽ പർച്ചേസ് എന്നുള്ള വാക്കാണ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യേണ്ടത്. പർച്ചേസസ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കത് വരുന്ന ചിലവാണ്. അതിനെയാണ് എക്സ്പെൻസ് എന്ന് പറയും. എക്സ്പെൻസ് കൂടിയാൽ എന്താണെന്നാണ് നമ്മുടെ ഈ ഷോർട്ടിൽ ഉള്ളത്? കൂടിയ ഡെബിറ്റ് ആണ് എന്നാണ് ഉള്ളത്. ഇനി ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് പോകുന്നു? ക്യാഷ് എന്ന അസറ്റ് നമ്മുടെ കയ്യിൽ കുറയണം. ക്യാഷ് എന്ന അസറ്റ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഡെബിറ്റ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അത് ക്രെഡിറ്റ്. ഇതെല്ലാം തന്നെ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്നാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫർണിച്ചർ എന്ന വാക്കാണ് തന്നിരിക്കുന്നത്. ഗുഡ്സ് ആണ് തരുന്നെങ്കിൽ പർച്ചേസ് ആണ് ഏതാന്ന് പറഞ്ഞു. ഫർണിച്ചർ എന്ന വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ